ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ചില നിർണായകമായ വാർത്തകളാണുള്ളത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിൽ ഡിവൈഎഫ്ഐയുടെ ആഹ്ലാദ പ്രകടനവും കൂടെ അതിജീവിതയുടെ ആദ്യ പ്രതികരണവും. അങ്ങനെ നീളുന്നു വാർത്തകൾ. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. ഡിവൈഎഫ്ഐയുടെ ആഹ്ലാദ പ്രകടനം, പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷം. സത്യമേവ ജയതേ ആദ്യ പ്രതികരണവുമായി പരാതിക്കാരി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. കോഴിക്കോട് പ്രൈവറ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം, നിരവധി പേർക്ക് പരിക്ക്. റിയാദിലെ മണ്ണിൽ വിസ്മയമായി ലൂണ സൊമീനിയം, ചന്ദ്രനെ തൊട്ടറിയാൻ അവസരം. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു, 12 കുട്ടികൾക്ക് പരിക്ക്. റോഡ് ഷോ ഒഴിവാക്കി വിജയ് പകരം ഡിസംബർ 9 പുതുച്ചേരിയിൽ പൊതുയോഗത്തിന് അനുമതി തേടി. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനു പിന്നാലെ പാലക്കാട് ഡിവൈഎഫ്ഐയുടെ ആഹ്ലാദ പ്രകടനം. നഗരത്തിൽ പടക്കം പൊട്ടിച്ചു മധുരം വിതരണം ചെയ്തുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആഘോഷം അരങ്ങേറിയത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരത്തെ CATയും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. തിരുവനന്തപുരം CITO പ്രവർത്തകരും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. പാലക്കാട്ടെ DYFI പ്രവർത്തകരുടെ ആഘോഷം വളരെ മികച്ചതായിരുന്നു. പടക്കം പൊട്ടിച്ചും ഒപ്പം മധുരം നൽകിയുമാണ് ആഘോഷ പ്രകടനങ്ങൾ നടത്തിയത്. മാത്രവുമല്ല, അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പീഡന വീരന് ജാമ്യമില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത്. മാത്രവുമല്ല, ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ഓൺ ആണ് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അടുത്ത നീക്കത്തിലേക്ക് രാഹുൽ കടക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നീക്കമാണ് ഉള്ളത്. കാരണം തിരുവനന്തപുരം സെക്ഷൻ കോടതി തള്ളിയാൽ ഇനി അടുത്തത് ഹൈക്കോടതിയിൽ കണ്ട് ജാമ്യം നേടുന്നതിനുള്ള നീക്കമായിരിക്കാം നടക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി പരാതിക്കാരി. സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്റിട്ടാണ് പരാതിക്കാരിയുടെ പ്രതികരണം. സത്യമേവ ജയതേ എന്നാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നു ഈ വാചകം ഉപയോഗിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്. സത്യം ജയിക്കും എന്ന പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമാണ് രാഹുൽ ഒളിവിൽ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ആദ്യ പ്രതികരണവുമായി പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്റ് ഇട്ടാണ് പരാതിക്കാരി പ്രതികരണം നടത്തിയിരിക്കുന്നത്. സത്യമേവ ജയതേ എന്നാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ വാചകം ഉപയോഗിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്. സത്യം ജയിക്കുമെന്ന പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമാണ് രാഹുൽ ഒളിവിൽ പോകുന്നത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ കോടതിയാണ് ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ ഓൺലൈനായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് ആലോചന. ഹൈക്കോടതി മുതിർന്ന അഭിഭാഷകനായ S രാജീവാകും രാഹുൽ മാങ്കൂട്ടത്തിനായി ഹാജരാവുക. ഒളിവിൽ പോയി 8ാമത്തെ ദിവസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള തീരുമാനം രാഹുലിന്റെ ഭാഗത്തു നിന്നില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. മേപ്പയൂർ 5ാം പീടികയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം. വൈകിട്ട് 5 മണിയോടെയാണ് ഒരേ റൂട്ടിലോടുന്ന 2 ബസ്സുകൾ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത സ്തംഭമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കോഴിക്കോട് മേപ്പയൂരിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 2 ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികൾ കൂട്ടിയിടിച്ചാണ് പേരാമ്പ്ര വടകര റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളും ഇതിൽ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് പരിക്കുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. പരിക്ക് പറ്റിയവരെ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കാര്യത്തിൽ മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല.
സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന ലൂണ സൊമീനിയം എന്ന വിസ്മയകരമായ പ്രദർശനം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ചന്ദ്രന്റെ പ്രതലത്തിൽ കാലുകുത്തുന്ന അനുഭവം സന്ദർശകർക്ക് നേരിട്ടറിയാൻ ഈ പ്രദർശനം അവസരം നൽകുന്നു. ചന്ദ്രനിലെ യഥാർത്ഥ മണൽത്തരികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വലിയ ഗോളമായാണ് ലൂണ സൊമീനിയം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യയും കലയും സംയോജിപ്പിച്ച ഈ ദൃശ്യാനുഭവം റിയാദിലെ സാംസ്കാരിക രംഗത്തിന് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. റിയാദ് നാഷണൽ മ്യൂസിയം ഗ്രൗണ്ടിൽ ന്യൂ റിയാദിന്റെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രന്റെ കാഴ്ചകൾ സന്ദർശകരെ ആകർഷിക്കുന്നത്. ജ്യോതിശാസ്ത്ര വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കലാസൃഷ്ടി. വളഞ്ഞ സ്ക്രീനിൽ പ്രകാശം വിന്യസിപ്പിച്ച് 18 മീറ്റർ വ്യാസമുള്ള ഗോളം 360 ഡിഗ്രി ചലിക്കുന്ന രീതിയിലാണ് കൂറ്റൻ ചന്ദ്രൻ ക്രമീകരിച്ചിരിക്കുന്നത്. നീരാവി ഘടനകൾ, ചക്രവാളങ്ങൾ, സ്പന്ദനങ്ങൾ തുടങ്ങി ഗവേഷകർ കണ്ടെത്തിയ ചന്ദ്രന്റെ ഡാറ്റകൾ വിശകലനം ചെയ്താണ് ഇറ്റാലിയൻ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ഫ്യൂസ് ചന്ദ്രനെ പുനരാവിഷ്കരിച്ചത്. ലൈറ്റ് ആർട്ട് കലാകാരന്മാരായ മറ്റിയ കരേറ്റി, ലൂക്ക കമീലിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ലൂണ സൊമീനിയം പൂർത്തീകരിച്ചത്. ശാസ്ത്ര നിരീക്ഷണങ്ങളെ വൈകാരിക അനുരണനമാക്കി മാറ്റുകയാണ് ലൂണ സൊമീനിയം. മാത്രമല്ല, സന്ദർശകരെ ഭൂമിക്ക് പുറത്തുള്ള നിഗൂഢതകളും ചന്ദ്രനിലെ അനുഭവങ്ങളും അടുത്തറിയാൻ കലാസൃഷ്ടി സഹായിക്കും. ഡിസംബർ 6 വരെ ന്യൂ റിയാദ് ലൈറ്റ് ആർട്ട് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ 24 ഇടങ്ങളിൽ വിവിധ ലൈറ്റ് ആർട്ട് കലാസൃഷ്ടികളും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ആശങ്ക. ഈ അപകടത്തിൽ ഏകദേശം 12 കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിവരം. ഉടൻ തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 12 കുട്ടികൾക്കാണ് കടന്നലിന്റെ കുത്തേറ്റത്. അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ 2 അധ്യാപകർക്കും ഒപ്പം സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും കുത്തേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂളിന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു കടന്നൽ കൂട് ഇളകിയാണ് ഇത്രയും മാത്രം അപകടങ്ങൾ സംഭവിച്ചത്. വരാന്തയിൽ നിന്ന് കുട്ടികൾക്കാണ് കുത്തേറ്റത്. കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ അധ്യാപകർക്കുമാണ് കുത്തേറ്റിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം അഥവാ TVK തങ്ങളുടെ രാഷ്ട്രീയ പരിപാടികൾ മാറ്റം വരുത്തി. പുതുച്ചേരിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന റോഡ് ഷോ വിജയ് ഒഴിവാക്കി. പകരം ഡിസംബർ 9 പുതുച്ചേരിയിൽ വെച്ച് ഒരു പൊതുയോഗം നടത്താനാണ് പാർട്ടി അധികാരികളിൽ നിന്ന് അനുമതി തേടിയിരിക്കുന്നത്. റോഡ് ഷോ ഒഴിവാക്കിയുള്ള ഈ തീരുമാനം വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. നിലവിൽ വരുന്ന വിവരം, റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. ഗ്രൗണ്ടിൽ പൊതുയോഗം നടത്താമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. 4 തവണയാണ് TVK നേതാക്കൾ റോഡ് ഷോയ്ക്കായി മുഖ്യമന്ത്രിക്കും DGPക്കും അപേക്ഷ നൽകിയത്. ഇടുങ്ങിയ റോഡുകളാണെന്നും ഗതാഗത ഗുരുതരമായി ബാധിക്കുമെന്നും കാണിച്ചാണ് പോലീസ് അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് റോഡ് ഷോ മാറ്റി എന്നാണ് TVKയുടെ വിശദീകരണം. ഡിസംബർ 5 റോഡ് ഷോ നടത്താനായിരുന്നു TVK അനുമതി തേടിയത്. ഈ ഉപ്പളം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ TVKയുടെ പൊതുയോഗത്തിന് അനുമതി നൽകാമെന്നും വിജയ്ക്ക് അവിടെ പ്രസംഗിക്കാമെന്നും പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം കരൂരിൽ TVK റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തെ കുറിച്ച് സുപ്രീം കോടതി നിയോഗിച്ച സമിതി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി നാളെ കാണാം.